गरीदा शहर वो इंतज़ार था जिसका ये वो शहर तो नहीं. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ദിവസം അല്ലെങ്കിൽ പ്രഭാതം അതായിരുന്നില്ലല്ലോ. ഇതേ വരികളാണ് പ്രശസ്തനായ യശ്പാലിൻ്റെ ജൂട്ടാ സച്ച് എന്ന നോവലിൽ അദ്ദേഹം എടുത്തു കൊടുത്തത്. അതിൽ ഇംഗ്ലീഷ് പരിഭാഷയിലും ഈ വരികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത്ര നിരാശാജനകമായ ഒരു പിറവിയിൽ നിന്ന് രാജ്യം വമ്പിച്ച പുരോഗതി കൈവരിക്കുകയും അതിന് നേതൃത്വം വഹിച്ച ഈ നേതാക്കൾ അവരുടെ മാംസവും രക്തവും വിയർപ്പും രാജ്യത്തിന് വേണ്ടി അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. പിൽക്കാലത്ത് അല്ലെങ്കിൽ വളരെ അടുത്ത കാലത്ത് ജനങ്ങളെല്ലാവരും പ്രതീക്ഷയിൽ കാത്തു നിന്ന ഒരുപാട് നിയമങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ അറിയുന്നതിനുള്ള അവകാശം തുടങ്ങിയ ഒരുപാട് ബില്ലുകൾ അവതരിപ്പിച്ച് ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഉയർത്തി നിന്നിരുന്ന അവസരത്തിലാണ് ഇന്ത്യ പെട്ടെന്ന് ഒരു മുതലക്കൂപ്പ് താഴേക്ക് ഒരു ലംബമായ നേർരേഖയിലൂടെ നേരെ കുത്തനെ മുതലക്കൂപ്പ് നടത്തിയത്. അതിൻ്റെ നമ്മളൊക്കെ നിരാശയിലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ഇന്ത്യയുടെ വീണ്ടെടുപ്പാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ ആഘോഷിക്കുകയും അതുപോലെ വികസനത്തിൻ്റെയും ഉൾച്ചേർക്കലിൻ്റെയും ചിരന്തനമായ പൈതൃകത്തെ നാം വീണ്ടെടുക്കുകയും ചെയ്യുന്ന റീക്ലെയിമിങ് ഇന്ത്യാസ് ഫ്രീഡം സ്പിരിറ്റ്, സെലിബ്രേറ്റിംഗ് ദ എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് പ്രോഗ്രസ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. അതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ അതിഥിയായി എത്തുന്ന ബഹുമാന്യനായ KP നൗഷാദ് അലി സാർ. അദ്ദേഹം വളർന്നു വരുന്ന യുവ രാഷ്ട്രീയ നേതാവും പുറമെ ചാനലുകൾ, ജനാധിപത്യ ശക്തികളുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ചാനലുകൾ മാറി അദ്ദേഹം വന്നിരിക്കാറ് നിങ്ങൾ കാണാവുന്ന. ഇന്നലെയും ചാനലിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉജ്ജ്വല പ്രഭാഷകനാണ്, ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാമിയ നദവിയയുടെ അധികൃതർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്യ നമ്മുടെ ഡയറക്ടർ ബഹുമാന്യനായ ആദിൽ ലത്തീഫ് സലാഹി, അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളെയും നമ്മളെ ഇന്ന് അതിഥികളായിട്ട് എത്തിയിട്ടുള്ള നമ്മളെ അയൽവാസികളായ ആളുകളെയും ഒക്കെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ, ശരിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. മുഹമ്മദ് അലി അൻസാരിയെ സാദരം ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജാമിയ നദവിയയുടെ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ആദരണീയനായ ശ്രീ ആദിൽ ലത്തീഫ് സലാഹിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സംസാരമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കി
നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ കടമകളും കടപ്പാടുകളുമൊക്കെ വിശദീകരിക്കുമ്പോൾ തന്നെ പഴയ ഇന്ത്യയെ അതിൻ്റെതായ പ്രൗഢിയോടുകൂടെ നമുക്ക് എന്നാണ് തിരിച്ചു കിട്ടുക എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ എത്രയധികം വാദോരാതെ സംസാരിച്ചാലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സുകളിൽ നീറുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിധിവരെ മുമ്പത്തെ പോലെ പോകാൻ കഴിയില്ല എന്ന ഒരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. 1947 മുമ്പ് ബ്രിട്ടീഷുകാർ ഏതെല്ലാം തന്ത്രങ്ങളിലായിരുന്നോ നമ്മുടെ സമൂഹത്തെ ഉപദ്രവിച്ചത്, നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്തത്, അതേ തന്ത്രങ്ങളുടെ ആവർത്തനമാണ്, റിപ്പീറ്റേഷനാണ് ഇന്നും പല മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ നാനാത്വത്തിൽ ഏകത്വം എന്ന വ്യത്യസ്ത മതങ്ങളായി വ്യത്യസ്ത ജാതികളിലൊക്കെയായി ജീവിക്കുന്ന ആളുകൾ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുക എന്ന അടിസ്ഥാനപരമായ കാര്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഇസ്ലാമിൻ്റെ പേരോ അഡ്രസ്സോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ രണ്ടാമത് ഒരു രൂപത്തിൽ കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷതയായി നമ്മൾ എപ്പോഴും എടുത്തു പറയാറുള്ളത് ഡെമോക്രസിയാണ്, ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ ഊന്നിയ ഭരണഘടനയുള്ള, എവിടെയും ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത്. മറ്റുള്ള രാജ്യങ്ങൾക്ക് പോലും ഇതേപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പടി മുകളിലാണ് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൈകളിൽ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആ ഭരണഘടനയുടെ ആശയങ്ങൾ, ഡെമോക്രസി എന്ന സംവിധാനത്തെ എന്ന ആശയത്തെ മാറ്റി അതൊരു തിയോക്രസി എന്ന ലെവലിലേക്ക്, ജനാധിപത്യത്തെ മാറ്റി ഒരു മതരാഷ്ട്രം ഇവിടെ കൊണ്ടുവരിക എന്ന ആശയത്തിൽ സംഘ് പരിവാറിനെ പോലുള്ള സംഘടനകൾ വർഷങ്ങളായി അതിനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടേതായ ഇന്ത്യയെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്, ഇന്ത്യയിലെ ഓരോ പൗരനും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ശക്തികൾ, ബ്രിട്ടീഷുകാരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള അധിനിവേശ ശക്തികളെപ്പോലെ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്നവരെ മുഴുവനും തുരത്തി ഓടിച്ച പാരമ്പര്യമാണ് നമ്മുടെ നാടിനുള്ളത് എങ്കിൽ തീർച്ചയായും അതേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ശുഭപ്രതീക്ഷകളാണ് ഇന്ന് ഓരോ ദിനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഈ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി മുന്നോട്ടു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായും ഈ പ്രോഗ്രാം
ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമുക്ക് അനിവാര്യമായും സംഘടിപ്പിക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുക. ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ ഇനമായ കീനോട്ട് അഡ്രസ് സാർ നിർവഹിക്കുന്നതിന് മുമ്പ് ഒരു ദേശഭക്തി ഗാനത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അത് മുഹമ്മദ് ബബിനും സുഹൃത്തുക്കൾ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ जय किसानो जय जवानो, जय किसानो जय जवान, जय किसानो जय जवानो, जय किसानो जय जवान. जय 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 देशम, जय 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 भारतम. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ഒരു നറുമലരിതളു പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങുന്ന ഇവിടെ ഭാഷവേഷത്തിൻ കീർത്തിയാർന്ന നാളെ. ജയ 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 ജനനി ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ഗാന്ധി മാർഗം അഹിംസയും മനം ചേർത്തു വെച്ചൊരു ഇന്ത്യയിൽ, മഹാത്മാക്കളേകിയ സംസ്കാരം. ഗാന്ധി മാർഗം അഹിംസയും മനം ചേർത്തു വെച്ചൊരു ഇന്ത്യയിൽ, മഹാത്മാക്കളേകിയ സംസ്കാരം. പലതരതുരയാലെ ഇന്ന് വികലമാകുമ്പോൾ സർവസദാചാരവും ഇവിടെ
മൺമറയുന്നു ഇവിടെ വർണ്ണവർഗ ജന്മതിലു തീർത്തതാരേ. ഇനിയുണരുക ജനതേ, ജനകോടികൾക്ക് ജീവാമൃതം. ജയഭാരതാംബയ്ക്കു വന്ദനം, ജനകോടികൾക്കു ജീവാമൃതം. ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ഓ ഓ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മുഖ്യപ്രഭാഷണം കീനോട്ട് അഡ്രസ് നിർവഹിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും വക്താവുമായ നൗഷാദ് അലി സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുക. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി സാഹിബ്, ഉദ്ഘാടകൻ ആദിൻ ലത്തീഫ് സ്വലാഹി, അഭിമന്യനും ബഹുമാന്യനുമായ ശ്രീ ആരിഫ് സൈൻ, അബ്ദുറഹ്മാൻ ഫാറൂഖി, VP അഹമ്മദ് കുട്ടി മദനി, റാഫി മദാരി ഒക്കെ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകളും സന്തോഷങ്ങളും നേരുകയാണ്. വിശാലമായ ഒരു പ്രസംഗം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും നിങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അധ്യയനമൊന്നുമില്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെയൊക്കെ വ്യക്തിഗതമായ പല സ്വാതന്ത്ര്യങ്ങളെയും മാനിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഓർത്തു പോകുന്നത് ഇതിപ്പോൾ 2024 ആഗസ്റ്റ് 15 നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു വിശാലമായൊരു ചരിത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെയും സ്വാതന്ത്ര്യത്തെയൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2024 ഒരു 500 വർഷം മുമ്പ്, ഞാനതൊരു ഏകദേശമാണ് പറയുന്നത്, ഒരു 2724 വർഷങ്ങൾക്ക് മുമ്പ്, അന്നത് BC എന്ന പേരിലാണ് ആ വർഷമൊക്കെ അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും. നമ്മുടെ കാലഗണനയൊക്കെ നമ്മൾ പറഞ്ഞു പോരുന്നത് ഇംഗ്ലീഷുകാരനും പാശ്ചാത്യനും ഒക്കെ ഉണ്ടാക്കിയ അവരുടെ കലണ്ടർ പ്രകാരമാണ്. ആ കലണ്ടർ പ്രകാരമാണ് ഇത് AD 2024 ആകുന്നത്. മുസ്ലിങ്ങൾക്ക് ഹിജ്റ എന്ന കലണ്ടറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ശകവർഷം എന്ന കലണ്ടറുണ്ട്. കേരളത്തിന് കൊല്ലവർഷമുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ഭാഷയും സംസ്കാരവും പൈതൃകമൊക്കെയുള്ള എല്ലാ ജനപഥങ്ങളിലും കാലഗണന നിശ്ചയിക്കാൻ തനത് രീതികളുണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ബ്രിട്ടീഷുകാരും പാശ്ചാത്യരും ഒക്കെ ലോകക്രമത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവരുടെ പല പൊതുവായ രീതികളും നമ്മുടെ എല്ലാവരുടെയും രീതികളായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമുക്കൊക്കെ ഇപ്പോൾ സൗകര്യം നമ്മൾ പോലും അറിയുന്നില്ല. 2024, 2025 അങ്ങനെ നമ്മളും AD വർഷങ്ങളെ കാത്തിരിക്കുകയോ കഴിഞ്ഞുപോയ വർഷങ്ങളെയൊക്കെ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് AD 2024 ഒരു BC 500 തൊട്ട് അല്ലെങ്കിൽ ഒരു BC 400-500 കാലം തൊട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യ എന്നൊരു രാജ്യമൊന്നുമില്ല. അന്നൊരു സിന്ധു നദീതട സംസ്കാരമാണ് ഡെക്കാൻ പീഠഭൂമിക്ക് വടക്കോട്ടുള്ള അതിൻ്റെ പരിസരങ്ങളിലുള്ളത്. നമ്മുടെ തെക്കേ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ രീതികളും ചുറ്റുപാടുകളുമാണ് ഉണ്ടായത്. അന്ന് വടക്കേ ഇന്ത്യയിലേക്കുള്ള
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ അന്ന് മംഗോളിയന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, മംഗോൾ ടർക്കുകൾ വരുന്നുണ്ട്, ഐരാണിയന്മാർ, ഇന്നത്തെ ഇറാനിയൻ എന്നൊക്കെ പറയുന്നതാണ് ഐരാണിയന്മാർ, പേർഷ്യൻ ഭൂവിഭാഗത്ത് നിന്ന് കടന്നു വരുന്നുണ്ട്, ബാക്ട്രിയന്മാർ വരുന്നുണ്ട്, ശകൻ, കുശൻ, വെളുത്ത ഹൂണന്മാർ, അങ്ങനെ ഗ്രീക്കുകാർ, റോമാക്കാർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകൾ കുടിയേറിയിട്ടാണ് സിന്ധു നദിയുടെ തീരത്ത് ഒരു പുതിയ ജനപഥം ഉണ്ടാകുന്നത്, ഒരു താമസവും ആവാസ വ്യവസ്ഥിതിയും സമൂഹവും നാടുമൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെ അത് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അത് ഗുപ്ത രാജവംശം, മൗര്യ രാജവംശം, ഇങ്ങനെയൊക്കെയുള്ള രാജഭരണ കാലഘട്ടം ആ പ്രദേശങ്ങളിലൊക്കെ രൂപപ്പെട്ടു. അങ്ങനെ ഒരു AD 200-250 ആകുന്നത് വരെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഗുപ്ത മൗര്യ രാജവംശങ്ങളൊക്കെ ഭരിച്ചു മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു AD 250-300 കഴിയുന്നതോടുകൂടി നമ്മൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബുദ്ധ കാലഘട്ടമാണ്. തുടർന്നുള്ളൊരു 4-5 നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിച്ചതും ബുദ്ധമതവും ബുദ്ധരാജാക്കന്മാരും ബുദ്ധവിശ്വാസവുമായിരുന്നു. ഒരുപാട് പേര് കേട്ട രാജാക്കന്മാർ ഈ ബുദ്ധമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് വടക്കേ ഇന്ത്യ അടക്കി ഭരിച്ചിട്ടുണ്ട്. അശോകൻ അതിലൊരു ചക്രവർത്തിയാണ്, കനിഷ്കൻ, യശോവർമ്മൻ, ഹർഷവർദ്ധൻ, അങ്ങനെയൊക്കെയുള്ള ഇന്നും നമ്മളുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ പേര് കേട്ടാൽ പരിചയമുള്ള നിരവധി രാജാക്കന്മാർ അക്കാലത്ത് ബുദ്ധമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സർവാധിപതികളായി ഭരിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അതൊരു AD 600-700 കാലഘട്ടമാകുമ്പോഴേക്കും ഈ ആദ്യഘട്ടത്തിൽ കുടിയേറിയവരും ഇടക്കാലത്ത് കുടിയേറി വന്നവരുമൊക്കെ ആയിട്ട് ഒരു വേദിക് സംസ്കാരം, ഒരു ബ്രാഹ്മണിക്കൽ സംസ്കാരം ഈ രാജ്യത്ത് രൂപപ്പെടുന്നു. ബുദ്ധമതം മെല്ലെ മെല്ലെ പിറകോട്ട് മാറുന്നു. ഇവിടെ ജാതി വ്യവസ്ഥയ്ക്ക്, ചാതുർവർണ്ണ്യത്തിനൊക്കെ ആധിപത്യം കിട്ടുന്ന ഒരു ചുറ്റുപാട്. ഉപനിഷത്തുകൾ വരുന്നു, വേദങ്ങൾ വരുന്നു, പുരാണങ്ങൾ വരുന്നു, മറ്റ് പല ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളൊക്കെ വരുന്നു. വേദിക് കാലഘട്ടം, വേദകാലഘട്ടം എന്നറിയപ്പെടുന്ന ഒരു കാലമായിട്ടത് മാറുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ ജാതി വ്യവസ്ഥയുടെയൊക്കെ പ്രാരംഭ പരിചയപ്പെടുത്തലുകളൊക്കെ അന്ന് നിലവിൽ വന്നു. അതിനെയാണ് ഇന്ന് ആർഷഭാരത സംസ്കൃതി എന്നൊക്കെ ചില ആളുകൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതൊരു AD 6-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു AD 10-ാം നൂറ്റാണ്ട് വരെ, 11-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ ഒരു 400-500 കൊല്ലക്കാലം ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന ഈ ബ്രാഹ്മണ്യം, ഈ പറഞ്ഞ ചാതുർവർണ്ണ്യം, വേദിക് കാലഘട്ടം, ഉപനിഷത്തുകളുടെ കാലഘട്ടം, അതൊക്കെ നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കി. അപ്പോൾ ഏറെക്കുറെ ബുദ്ധമതം സമ്പൂർണമായിട്ട് തിരോഭവിക്കുകയുണ്ടായി, ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ബുദ്ധമതം അപ്രസക്തമായി ഈ രാജ്യത്ത് മാറുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക ഭരണാധികാരികൾ കടന്നു വരുന്നത്. അപ്പോഴേക്കും പ്രവാചകൻ്റെയും ഖലീഫമാരുടെയൊക്കെ കാലം കഴിഞ്ഞ് ഉമവി ഭരണം, അത് കഴിഞ്ഞ് അബ്ബാസി ഭരണകാലഘട്ടം, ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രം സമാന്തരമായിട്ട് പിന്നെ ലോകത്തിൻ്റെ മറ്റൊരിടത്ത് പുരോഗമിക്കുന്നുണ്ട്. ആ സാമ്രാജ്യം വിപുലപ്പെട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് തെറ്റിപ്പിരിഞ്ഞതോ വഴിതെറ്റിപ്പോയതോ വഴിമാറി സഞ്ചരിക്കാൻ നിർബന്ധിതരോ ആയ പല യുദ്ധപ്രഭുക്കളും ഈ രാജ്യം ആക്രമിച്ച് കീഴടക്കുകയും ഇവിടെ അവരുടേതായ ഭരണം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഗോറി, ഗസ്നി, ഗിൽജി, ബാമുൽക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചരിത്രകാരന്മാർ പേരിട്ട് വിളിച്ച ഒരു ഭരണകാലഘട്ടം ഒരു AD 11-ാം നൂറ്റാണ്ട് തൊട്ട് ഈ രാജ്യത്ത് ആരംഭിക്കുകയാണ്. അങ്ങനെ അതൊരു AD 1500കളുടെ അവസാനം വരെ നിലനിന്നു. അതിനുശേഷം
ബാബർ കടന്നു വന്നു. അങ്ങനെ 16-17 നൂറ്റാണ്ടുകൾക്കിടയിൽ മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നു, വടക്കേ ഇന്ത്യയിൽ. അങ്ങനെ മുഗളന്മാർ 250 കൊല്ലക്കാലത്തിലധികം ഈ രാജ്യം അടക്കി ഭരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ നമ്മൾ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്ന ഈ കൊളോണിയൽ ശക്തികൾ ഈ രാജ്യത്തേക്ക് വരുന്നത്. ഇവിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാർ നമ്മുടെ നാടിനെ 2 നൂറ്റാണ്ടോളം കാലം അവരെ അടിമ കോളനിയാക്കി നമ്മുടെ നാടിനെ ഭരിച്ചു. അവര് നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞ് ഭരണമൊക്കെ കഴിഞ്ഞ് വേണ്ടതൊക്കെ സ്വായത്തമാക്കിയിട്ട് അവർ നമുക്ക് സ്വാതന്ത്ര്യം തന്ന് മടങ്ങിയ ദിവസമാണ് 1947 ഓഗസ്റ്റ് 15-ാം തീയതി. അത് കഴിഞ്ഞിട്ടിപ്പോൾ 3/4 നൂറ്റാണ്ടിലധികം കാലമാകുന്നു. അതിൻ്റെ ആ വാർഷിക ദിനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇവിടെ ഇത്തരത്തിൽ നമ്മൾ നിൽക്കുന്നത്, ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്, നിങ്ങളെന്നെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു കാലഘട്ടം ഈ രാജ്യത്തിനുണ്ട്. ആ ചരിത്രം വളരെ നിർണായകമാണ്. അത് നിങ്ങളെല്ലാവരും അതിലൂടെയൊക്കെ കണ്ണോടിക്കുക എന്നത് നിങ്ങളുടെ ഒരു പൗരബോധം വളർത്താനും നിങ്ങളുടെ ഒരു വ്യക്തിത്വ വികാസത്തിനുമൊക്കെ വലിയ വഴിവെക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് പറയുന്നത്, നിങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ കാലഘട്ടം, അതിൻ്റെ പ്രത്യേകതകൾ, വ്യത്യസ്ത ഗോത്രങ്ങൾ, മനുഷ്യവംശങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ജനപദങ്ങൾ, സാമൂഹിക വ്യവസ്ഥകൾ, ഇതിനെയൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് നെഹ്റു വാചാലമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഒരുപക്ഷെ ചെറിയ പ്രായത്തിലൊക്കെ വായിക്കുമ്പോൾ ചെറിയ വിരസതയൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം ഇതിലെ എമ്പാടും കണ്ടന്റുകൾ മാത്രമാണ്. വലിയ വിജ്ഞാന ഭണ്ഡാരമാണ് നെഹ്റു തുറന്നു വെക്കുന്നത്. പക്ഷേ അതൊരാവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ഉൾക്കാഴ്ച കിട്ടും. അത് 2, 3, 4 തവണയോ ജീവിതകാലം മുഴുവൻ റെഫറൻസോ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും വായിക്കാവുന്നതുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ നെഹ്റുവിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഞാനിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു അംഗമാവാൻ മുന്നോട്ട് വന്നൊരാളാണ്. നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലുണ്ട്, അതുപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്രാവലോകനം എന്ന പുസ്തകമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നെഹ്റു ലോകത്തെ നിരീക്ഷിച്ച് നമുക്ക് വേണ്ടി എഴുതി അവശേഷിപ്പിച്ചു പോയതാണ്. നമ്മുടെ രാഷ്ട്രശില്പിയാണ് നെഹ്റു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1.5 പതിറ്റാണ്ടിനടുത്ത് കാലം ജയിലിൽ ചെലവിട്ടയാളാണ് നെഹ്റു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ്, ഒരു മാനവ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്ര വക്താവായിരുന്നു നെഹ്റു. വലിയ ഒരു മതേതര ബോധത്തിൻ്റെ, യുക്തിചിന്തയുടെ, സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്ന ശാസ്ത്രീയ അവബോധത്തിൻ്റെയൊക്കെ പ്രയോക്താവും വക്താവുമായിരുന്ന വലിയൊരു മനുഷ്യനാണ് നെഹ്റു. നെഹ്റു ഒരുപക്ഷേ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ, ഇന്ന് കാണുന്ന ഒരു വ്യവസ്ഥിതിയുള്ളൊരു ഇന്ത്യ, ഇന്ന് കാണുന്ന ഒരു ഭരണഘടനയുള്ള ഇന്ത്യ, ഇന്ന് നമ്മൾ അഭിമാനപൂർവ്വം തിരിച്ചു പിടിക്കണമെന്ന് നമ്മൾ പറയുന്ന ആ ഇന്ത്യയുടെ സൃഷ്ടാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ സംസാരം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നെഹ്റുവിനെ കുറിച്ച് വീണ്ടും വീണ്ടും വാചാലനാകുന്നത്. നിങ്ങൾ നെഹ്റുവിനെ അറിയണം, നിങ്ങൾ നെഹ്റുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിൽ ഈ ഡൽഹി സുൽത്താനേറ്റ് ഒരു 700 കൊല്ലമെങ്കിലും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 600 കൊല്ലക്കാലം, ഒരു 550-600 കൊല്ലക്കാലം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണമുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുഗളന്മാർ ഒരു 250 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണ കാലയളവിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ചില ആളുകളൊക്കെ വിശ്വാസത്തോട് വലിയ പ്രതിബദ്ധതയുള്ള ആളുകളായിരുന്നു. ചില ആളുകൾക്ക് വിശ്വാസവുമായിട്ട് പുലബന്ധമില്ലാത്ത ആളുകളായിരുന്നു. ചില ആളുകൾ ഒരു വശത്ത് വിശ്വാസവും മറുവശത്ത് ആഡംബര പറുദീസയിലെ മുഴുകലും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോയവരായിരുന്നു. അങ്ങനെ വ്യത്യസ്ത സ്വഭാവക്കാരായ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ ഈ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു.
മുഗളന്മാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയുടെ GDP അന്ന് അമേരിക്കയുടെ GDPയേക്കാൾ ഉയർന്നതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന എല്ലാ വൻശക്തികളുടെയും പ്രതിശീർഷ വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു. അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഒരു സുവർണ കാലമായിരുന്നു എന്ന് നെഹ്റു തൊട്ടുള്ള ചരിത്രകാരന്മാർ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇർഫാൻ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, റോമില ഥാപ്പർ പറഞ്ഞിട്ടുണ്ട്, MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീധരമേനോൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജ്യവും ലോകവും അംഗീകരിച്ച ചരിത്രകാരന്മാരും എഴുത്തുകാരുമൊക്കെ ആ സുവർണ കാലത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവിടെ ഈ പറഞ്ഞ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാതെ തങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽപ്പില്ല എന്ന് വളരെ പെട്ടെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. കാരണം അതുവരെ ഹിന്ദു മുസ്ലിം വൈരാഗ്യം എന്താണ് എന്ന് ഈ രാജ്യത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം പിടിമുറുക്കിയപ്പോൾ ഈ പ്ലാസി യുദ്ധം, പാനിപ്പട്ട് യുദ്ധം, അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞു. മൈസൂരിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു, അയാൾ വധിക്കപ്പെട്ടു. ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇന്ത്യ ഏറെക്കുറെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈപ്പിടിയിലായി. അവശേഷിക്കുന്ന രാജാക്കന്മാരൊക്കെ അവർക്ക് ബയ്യത്ത് ചെയ്തു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. കപ്പം കൊടുത്ത് അവരുടെ അധീശത്വം അംഗീകരിക്കുകയുണ്ടായി. ആ സമയത്താണ് 1842 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിരുന്ന എഡ്വേർഡ് ലാ എലൻബർഗ് എന്ന ആള് ഇവിടെ ഭരണമേറ്റെടുത്തത്. അദ്ദേഹമാണ് ഇത് കാര്യങ്ങൾ പന്തിയല്ല, ഇങ്ങനെ പോയാൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്നാൽ തങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ അദ്ദേഹം ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഡൽഹി സുൽത്താനേറ്റും മുഗളന്മാരും അടങ്ങുന്ന ഈ 1800-900 കൊല്ലത്തെ ഭരണകാലയളവിനെ രേഖപ്പെടുത്തി വെക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ചരിത്രകാരന്മാരെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. അവരാണ് സ്മിത്ത്, ഏലിയട്ട്, എൽഫിൻസ്റ്റൺ. ഈ 3 ചരിത്രകാരന്മാർ വന്നു. അവർ ഈ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണത്തെ ഒരു ഹിന്ദു മുസ്ലിം പകവീട്ടലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു ആഖ്യായിക, ആ ഒരു വിശകലന സ്വഭാവത്തിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി തുടങ്ങി. അതായത് ഈ പറഞ്ഞ ഡൽഹി സുൽത്താനേറ്റിലെ മുസ്ലിം പേരുകാരായ രാജാക്കന്മാരും മുഗളന്മാരും ഒക്കെ ഹിന്ദുക്കളുടെ ആധിപത്യം തകർത്തിട്ടാണ് ഇന്ത്യയിൽ അധികാരം ഉറപ്പിച്ചത്. അവർ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഹനിച്ചു, ക്ഷേത്രധ്വംസനം, അവർ ഹിന്ദുവിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ കെട്ടുകഥകൾ ഈ നാടിൻ്റെ ചരിത്രമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 3 ആളുകളും കൂടി എഴുതി വെച്ചു. ആ ചരിത്രം അന്നിവിടെ ലഭ്യമായ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു തുടങ്ങി. അതേപോലെ തന്നെ ഈ എഡ്വേർഡ് ലാ എലൻബർഗ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന പേരിൽ അങ്ങ് അഫ്ഗാനിൽ നിന്ന് കുറേ കല്ലും പാറക്കഷ്ണവും പൊട്ടിയ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് അന്ന് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പരസ്യമായി സർക്കാരിൻ്റെ കീഴിൽ പ്രദർശനത്തിന് വെച്ചു. അങ്ങനെയൊക്കെ ഈ നാടിനെ വർഗീയവൽക്കരിക്കാൻ അഹോരാത്രം അക്കാദമികമായി, ഭരണതലത്തിൽ, സാമൂഹികമായി, സാംസ്കാരികമായി, സാഹിത്യ സംബന്ധിയായിട്ട് ബ്രിട്ടീഷ് ഭരണം ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ വളരെ വൈകാതെ വിജയത്തിലെത്തി. 1850 ശേഷം ഈ രാജ്യത്താദ്യമായിട്ട് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, 1850 മുമ്പ് ഈ ഇന്ത്യയിൽ ഒരൊറ്റ വർഗീയ കലാപം പോലും നടന്നിട്ടില്ല. ഹിന്ദു മുസ്ലിം വൈരം എന്താണ് എന്ന് ഈ രാജ്യം അറിഞ്ഞിട്ടേ ഇല്ല. ഈ 1850 ശേഷം ബോധപൂർവം ഇങ്ങനെയുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തി ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള അവരുടെ അഹോരാത്രമുള്ള അധ്വാനമൊക്കെ വിജയിച്ചപ്പോൾ ഇവിടെ വർഗീയ കലാപങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിന്ദു മുസ്ലിം പകയും വൈരവും ഒക്കെ ഇവിടെ വരുന്നത്. അങ്ങനെ പിന്നീട് അത് രാഷ്ട്രീയ രൂപം കൈവരിച്ചു, മുഖ്യധാരയിലേക്കൊക്കെ എത്തി. അതിൻ്റെ പേരിലുള്ള എല്ലാ അപകടങ്ങളും നമ്മുടെ രാജ്യം സഹിച്ചു. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വർഗീയമാക്കിയവരാണ് ബ്രിട്ടീഷുകാർ. അവരത് മുതലെടുത്തുകൊണ്ട്
ഈ നാടിനെ കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിക്കൊണ്ട് നമ്മുടെ ജീവരക്തം ഊറ്റിയെടുത്ത് അട്ടയെപ്പോലെ ബ്രിട്ടൻ തടിച്ചു വീർത്തു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ശശി തരൂർ MP ഒക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എത്ര ബില്യൺ ഡോളറിൻ്റെ മോഷണം ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഏകദേശ സ്ഥിതിവിവര കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കാംബ്രിഡ്ജിലും അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ശശി തരൂർ ചെന്ന് നടത്തിയ സംവാദങ്ങളിലൊക്കെ അദ്ദേഹം ഇതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മളെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം മതിയാവോളം ഭരിച്ച അവസാനം ഇട്ടെറിഞ്ഞു പോയി. അതാണ് 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പയറ്റിയ ഈ തന്ത്രത്തെ പിൽക്കാലത്ത് അനുകരിക്കാനും സ്വന്തമായിട്ട് എടുത്തു പയറ്റാനും ഈ രാജ്യത്ത് പ്രത്യയശാസ്ത്രങ്ങളും സംഘടനകളും ഉണ്ടായി. ആ സംഘടനകളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ത്യ ഇതുവരെ ആർജിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ അഹിംസ, സാഹോദര്യം, അതിൻ്റെ വ്യക്തിത്വം, അസ്തിത്വം, അന്തസ്സ്, ആഭിജാത്യം, തനിമ, ഗരിമ, ഉണ്മ, ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തനത് ഗുണങ്ങളെയും എടുത്തു കളയാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഈ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ മുൻപ് ഉദ്ഘാടക പ്രാസംഗികനൊക്കെ നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കണം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ തിരികെ പിടിക്കണം എന്നൊക്കെ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നിസ്സാരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നൊരു കാര്യമാണ്. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ദിശയിൽ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭരണത്തിൻ്റെ ചെയ്തികൾ അത് സമ്പൂർണ്ണമായിട്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. തിരിച്ചു വരവിൻ്റെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതിലേറെ വലിയ മലരികളെയും ചുഴികളെയും ഒക്കെ താണ്ടി തന്നെയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ നമ്മളുടെ പൂർവികരൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളിലെ എല്ലാ ജാതി ശ്രേണികളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയാൻ കൂടി ഞാൻ എൻ്റെ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഒരുപാട് സമുദായ മുന്നേറ്റങ്ങൾ ബ്രിട്ടീഷ് വൈദേശിക ആധിപത്യത്തിനെതിരെ അക്കാലത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിലുള്ള പകവീട്ടലുകളെ, ഭരണാധികാരികളുടെ നിഷേധാത്മക സമീപനങ്ങളെ അതിജീവിച്ചു കൊണ്ടുള്ളതായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വലിയ തോതിലുള്ള ഹിംസാത്മകമായ നടപടികൾക്ക് വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾ വിധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളെയൊക്കെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നിർബന്ധിതമായിട്ട് പഠനം നിർത്തിപ്പിക്കുക, നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ വസ്തുവകകളുമൊക്കെ കണ്ടുകെട്ടുക, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി മുദ്രവെക്കുക, ആളുകളെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് പിരിച്ചുവിടുക, സർക്കാർ സർവീസിൽ വിലക്കേർപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള പരസ്യമായ നയനിലപാടുകൾ 1857 ശേഷം ഇവിടുത്തെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം കൈക്കൊണ്ടിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ജനാധിപത്യപരമായും ബ്രിട്ടനെതിരായുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ കുന്തമുനകളായും മാറിക്കൊണ്ട് അന്നത്തെ സമുദായവും സമുദായ നേതൃത്വവും മറ്റ് സമൂഹങ്ങളുടെ സഹായത്തോടു കൂടി മറികടന്നിട്ടുണ്ട്. അത് ബ്രിട്ടനെതിരായുള്ള വലിയ മുന്നേറ്റമാക്കി അവർ അന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും അതിനു സമാനമായ ഒരു സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ പരിസരത്തില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റത്തെ ചെറുക്കുക എന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു ദൗത്യമല്ല. അത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളുടെ യുക്തിയോട് ചെയ്യുന്ന
നമ്മുടെ വലിയ നീതിയാണ്. അതിന് സാമുദായിക നിറം നിങ്ങൾ നൽകാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യം തനതായിട്ട് മുന്നോട്ട് വെച്ച ആർജിച്ച മാതൃക കാട്ടിയ ഗുണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഭരണാധികാരികൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനാധിപത്യപരമായ, ആശയപരമായ, രാഷ്ട്രീയമായ എതിർ ശബ്ദങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാക്കുക, മുഴക്കുക എന്നതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു ജനാധിപത്യ ബാധ്യതയുടെ ഭാഗമാണ്. അത്തരം ബാധ്യതകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് നിറവേറ്റണം. ഈ രാജ്യത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, ഇവിടുത്തെ 80% ഹിന്ദു സമുദായമാണ് ഈ രാജ്യത്തുള്ളത്. ആ ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും നമ്മുടെ ഈ സങ്കല്പങ്ങളോടൊപ്പമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യമൊക്കെ നിലനിൽക്കണം. ഈ രാജ്യം ആർജിച്ച ഗുണഗണങ്ങൾ അടുത്ത തലമുറക്ക് കോട്ടം വരാതെ കൈമാറണം. ഇത്തരത്തിലുള്ള മഹത്തായ ലക്ഷ്യങ്ങളോടുകൂടി വലിയ ആ വിഭാഗം ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവരോടൊപ്പം ഒരു സ്വാതന്ത്ര്യ സമര കാലത്തിന് ആനുപാതികമായി മുസ്ലിങ്ങൾ ഒപ്പം ചേർന്നതുപോലെ ഇന്നത്തെ പുതിയ ജനാധിപത്യ രാഷ്ട്രീയ ക്രമത്തിലെ പരിമിതികളും അതിൻ്റെ സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഒപ്പം ചേർന്നുകൊണ്ട് വളരെ സാവധാനത്തിലും ക്രമാനുഗതമായും ഇപ്പോഴുള്ള ചില നമ്മുടെ മുമ്പാകെയുള്ള തടസ്സങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നൊരു പ്രത്യാശ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ നമ്മുടെ പൂർവികരുടെ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കുകയാണ്. കാരണം നമ്മുടെ ഈ പ്രദേശങ്ങൾക്കൊക്കെ വലിയൊരു പാരമ്പര്യവും ചരിത്രവുമുണ്ട്. സ്വാതന്ത്ര്യ സമര മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് കൂടിയാണത്. കാരണം പണ്ട് നമ്മൾ മദിരാശി സംസ്ഥാനക്കാരായിരുന്നു. നമ്മൾ 1790 തൊട്ട് 1956 വരെ 166 കൊല്ലം നമ്മൾ മദിരാശി സംസ്ഥാനക്കാരായിരുന്നു. അതിൽ 156 കൊല്ലം മദിരാശി സംസ്ഥാനവും 10 കൊല്ലം നമ്മൾ ബോംബെ സംസ്ഥാനവുമായിരുന്നു. 1790 തൊട്ട് 1800 വരെയുള്ള കാലം നമ്മൾ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1800 തൊട്ട് 1956 വരെ നമ്മൾ മദ്രാസ് സംസ്ഥാനമായിരുന്നു. നമ്മൾ കേരളക്കാരായിട്ട് അതിന് ശേഷം 1956 ശേഷം ഇന്നേ വരെയുള്ള വർഷങ്ങളെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. ഒരു 73 കൊല്ലോ 72 കൊല്ലോ ഒക്കെ ആയിട്ടുള്ളൂ നമ്മൾ കേരളീയരായിട്ട്. അതിൻ്റെ മുമ്പ് 150-ലധികം വർഷം നമ്മൾ മദിരാശി സംസ്ഥാനക്കാരായിരുന്നു. ആ മദിരാശി സംസ്ഥാനത്തിലെ മലബാർ ജില്ലക്കാരായിരുന്നു നമ്മൾ. മലബാർ ജില്ല എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുണ്ട്. കാഞ്ഞങ്ങാട് മുതൽ പൊന്നാനി കഴിഞ്ഞാൽ ചേറ്റുവ, നാട്ടിക വരെയുള്ള പ്രദേശങ്ങൾ, അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി താലൂക്കും ചേർന്നതായിരുന്നു, ലക്ഷദ്വീപും ചേർന്നതായിരുന്നു അന്നത്തെ മലബാർ ജില്ല. ആ മലബാർ ജില്ലയിൽ 12 താലൂക്കുകളുണ്ട്. അതിലെ ഏറനാട് താലൂക്കുകാരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഏറനാട് താലൂക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ റവന്യൂവിലെ ഏറനാട് താലൂക്കിൻ്റെ വിസ്തൃതിയല്ല. കൊണ്ടോട്ടി ഇതിൽപ്പെടും, വേങ്ങര ഇതിൽപ്പെടും, മലപ്പുറം ഇതിൽപ്പെടും, മഞ്ചേരി ഇതിൽപ്പെടും, തിരൂരങ്ങാടി ഇതിൽപ്പെടും, ചെമ്മാട് ഇതിൽപ്പെടും. അങ്ങനെ വിശാലമായൊരു ഭൂവിഭാഗമായിരുന്നു ഏറനാട് താലൂക്ക്. ഈ താലൂക്കിൽ നിന്നും വള്ളുവനാട് താലൂക്കിൽ നിന്നുമൊക്കെ 6 മാസക്കാലയളവ് ബ്രിട്ടീഷ് ഭരണത്തെ നിഷ്കാസിതമാക്കാൻ നമ്മുടെ മുൻകാല ധീരരായ പൂർവികർക്ക് കഴിഞ്ഞിട്ടുണ്ട് അക്കാലത്ത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 1921 കാലങ്ങളിലെ മലബാർ കലാപത്തെക്കുറിച്ച്, മാപ്പിള ലഹള, അതൊക്കെ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് അറിവുള്ളതാകുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ധീരമായൊരു സ്വാതന്ത്ര്യ സമര മുന്നേറ്റം നമ്മുടെ പൂർവികർ അക്കാലത്ത് നടത്തിയിട്ടാണ് ഈ 2 താലൂക്കുകളിൽ നിന്ന് 6 മാസ കാലയളവിലേക്ക് ബ്രിട്ടീഷ് ഭരണത്തെ നിഷ്കാസിതമാക്കിയത്. ആ നിഷ്കാസിതമാക്കിയ ആ കാലത്ത് മലയാള നാട് എന്നാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയും ആലി മുസ്ലിയാരുടെ ശിഷ്യന്മാരും ഒക്കെ അടങ്ങുന്ന ആളുകൾ ആ രാജ്യത്തിന്, ആ നാടിനെ പേരിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ ഈ 6 മാസക്കാലത്തെ ഭരണ കൈമോശത്തിന് ശേഷം ഈ നാട് തിരിച്ചുപിടിക്കുന്നുണ്ട്. ഈ നാട് തിരിച്ചുപിടിക്കാൻ അന്നത്തെ അവിഭക്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ പട്ടാളത്തിൻ്റെ ആയുധ വെടിക്കോപ്പുകളുടെ 1/3 ഭാഗം ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചു ബ്രിട്ടൻ. എന്നിട്ട് ഈ ഏറനാട്ടിലേക്കും വള്ളുവനാട്ടിലേക്കും ബ്രിട്ടീഷ് പട്ടാളക്കാർ മാർച്ച് ചെയ്തു. ഇവിടെ അന്ന് അരങ്ങേറിയ ക്രൂരതകളൊക്കെ
വർണ്ണിക്കാൻ വാക്കുകളില്ലാത്തതാണ്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മൊബൈലിൽ ഈ ഗാസയിലെയൊക്കെ പല പിന്നെ ചിത്രങ്ങൾ, ഗാസയിലെ കുഞ്ഞുങ്ങൾ ബോംബിട്ട് പരിക്കേറ്റത്, അവിടെ മരിച്ചു വീഴുന്ന അമ്മമാരെക്കുറിച്ച്, തകർന്ന വീടുകളെക്കുറിച്ചൊക്കെയുള്ള പല ചിത്രങ്ങളും നമ്മൾ വലിയ വിഷമത്തോടു കൂടി കണ്ടു നിൽക്കാറുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ ഗാസയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള അതിരുകളില്ലാത്ത ക്രൂരതയാണ് നമ്മുടെ ഈ എടവണ്ണയിലെ, ഈ മഞ്ചേരിയിലെ, ഈ അരീക്കോട്ടെ, ഈ നിലമ്പൂരിലെ, ഈ കൊണ്ടോട്ടിയിലെ, മമ്പാട്ടയൊക്കെ നമ്മുടെ 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവ്വപിതാക്കളും മാതാക്കളുമൊക്കെ നേരിട്ടത് ഈ ഗാസയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ക്രൂരതകളായിരുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ബ്രിട്ടീഷുകാരിവിടെ ഇറക്കിയ ചില പട്ടാള റെജിമെൻറ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ചിൻ കച്ചിൻ എന്നൊരു പട്ടാള റെജിമെൻറ്റിനെ ബ്രിട്ടീഷുകാർ ഇവിടെ പരിചയപ്പെട്ടത്. ചിൻ കച്ചിൻ. ഈ ചിൻ കച്ചിൻ പട്ടാള റെജിമെൻറ്റിൻ്റെ പ്രത്യേകത, അവർ ആഫ്രിക്കൻ മലമ്പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ മാത്രം അടങ്ങുന്നതാണ് ഈ ചിൻ കച്ചിൻ എന്ന റെജിമെൻ്റ്. അവർ നരഭോജികളാണ് എന്നൊരു വലിയ ആരോപണം കൂടി അക്കാലത്തുണ്ടായിരുന്നു. അവർക്ക് മാനവികത, മനുഷ്യത്വം, ഏതെങ്കിലും തരത്തിലുള്ള ദയ, ഈ വികാരങ്ങളൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത, ക്രൂരതയ്ക്ക് പേരുകേട്ട, 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ബ്രിട്ടൻ എവിടെയും അവതരിപ്പിച്ചിട്ടില്ലാത്ത, 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമെത്തുന്നതിന് മുമ്പ് ബ്രിട്ടൻ പിരിച്ചുവിട്ട ഒരു പട്ടാള റെജിമെൻ്റാണ് ചിൻ കച്ചിൻ. അതുപോലെ ഡോർസെറ്റ് എന്ന മറ്റൊരു ക്രൂരതയ്ക്ക് പേരുകേട്ട റെജിമെൻറ്റുമുണ്ട്. ഈ റെജിമെൻറ്റിനെയും 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 2-ാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബ്രിട്ടൻ പിരിച്ചുവിടുകയുണ്ടായി. കാരണം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തിന് പേരുകേട്ട അതിക്രൂരന്മാരായ ഈ ഡോർസെറ്റ്, ചിൻ കച്ചിൻ, കൂർക്ക റെജിമെൻറ്റുകളൊക്കെ ഈ നാട്ടിൽ അഴിഞ്ഞാടി ഇവിടുത്തെ നമ്മുടെ പൂർവികരുടെ നട്ടെല്ലിവരെ ഒടിച്ചു നുറുക്കിക്കളഞ്ഞു. ഇവിടെ മാപ്പിള റിബല്യൻ ആക്ട്, മാപ്പിള ലാൻഡ് കോൺഫിസ്കേഷൻ ആക്ട്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്, ആൻഡമാൻ സ്കീം, ഇങ്ങനെ ഒരുപാട് കരിനിയമങ്ങൾ ഇവിടെ പാസ്സാക്കുകയുണ്ടായി. നിങ്ങളിപ്പോൾ പൗരത്വ നിയമം, മുത്തലാഖ് നിയമം, വഖഫ് ബോർഡ് ബില്ല് എന്നൊക്കെ കേൾക്കുമല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞ നിയമത്തിൻ്റെ 1,00,000 പോലും പ്രകരശേഷിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആൻഡമാൻ സ്കീം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലെ 15 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പുരുഷന്മാരെയും പോലീസുകാരെ വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ടുപോകും. എന്നിട്ട് ഇവരെ സെല്ലിലടക്കും. സെല്ലിലടച്ചിട്ട് ഇവരെ ചെങ്ങലയിൽ ബന്ധിച്ച് ഫറോക്ക്, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, തിരുനാവായ, കുറ്റിപ്പുറം ഇങ്ങനെയൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിനിൽ കയറ്റും. എന്നിട്ട് മദിരാശി കൊണ്ടുപോയി ഇറക്കും. മദിരാശിയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട്, മദ്രാസിൽ കൊണ്ടുപോയി, ചെന്നൈയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് ആ വിലങ്ങണിയിച്ച ആളുകളെ വരിയായി കപ്പലിൽ കയറ്റും. തുറമുഖത്തെത്തിച്ചിട്ട് കപ്പലിൽ കയറ്റിയാൽ അവരുടെ വിലങ്ങഴിച്ചു മാറ്റും. എന്നിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രാന്തപ്രദേശങ്ങളെത്തുമ്പോൾ ഈ ഹതഭാഗ്യരായ മനുഷ്യരെയൊക്കെ ഈ കപ്പലിൽ നിന്ന് കടലിൻ്റെ തീരത്തേക്ക് ചവിട്ടി വലിച്ചെറിയും. കുറേ പേര് മുങ്ങി മരിക്കും, കുറേ നീന്തി കരപറ്റിയ മനുഷ്യന്മാരുണ്ട്. അവിടെ പിന്നെ ഇഴജന്തുക്കളുടെ, വന്യമൃഗങ്ങളുടെയൊക്കെ ആക്രമണം മൂലം മരിച്ചവരുണ്ട്, മലമ്പനി ബാധിച്ച് മരിച്ചവരുണ്ട്, അവിടുത്തെ പ്രാക്തന കാട്ട് ഗോത്രക്കാരുടെ അമ്പുകളേറ്റ് മരിച്ചവരുണ്ട്. അതിനെയൊക്കെ മറികടന്ന് അവിടെ പുതിയ ജനപഥമുണ്ടാക്കിയവരുണ്ട്. നിങ്ങൾ പോർട്ട് ബ്ലെയറിൽ പോയാൽ അവിടെ തിരൂരങ്ങാടിയിലേക്കും പരപ്പനങ്ങാടിയിലേക്കും താനൂരിലേക്കും ഒക്കെയുള്ള ബസ്സുകൾ കാണാം. കാരണം ഇവിടെ നിന്ന് പോയ ആ ഹതഭാഗ്യരായ മനുഷ്യന്മാര്, അതിജീവിച്ചവര്, അവരുടെ പിൻതലമുറ ആ കാട് പ്രദേശങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ അവരൊക്കെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ആ നാടിന് പേരിട്ടതാണ്. അതാണ് ഈ ആൻഡമാൻ സ്കീം എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് ബ്രിട്ടീഷ് പട്ടാളക്കാർ, ഈ നരഭോജികളൊക്കെ വിലയിട്ട അവസ്ഥ. ഞാൻ പൂർവികരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഈ ആണുങ്ങളില്ലാത്ത വീടുകളാണ് എവിടെയും, അവിടെയൊക്കെ കയറിയിട്ട് സ്ത്രീകൾക്ക് നേരെ കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ വിവരണാതീതമാണ്.
കുടുകുടായി വരുന്നുണ്ട്, മണ്ടിക്കോളിയടിയോ എന്ന് അന്ന് സ്ത്രീകൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാലമായിരുന്നു അത്. ഈ കുടുകുടായി എന്ന് പറഞ്ഞാൽ അവർ ഈ മോട്ടോർ സൈക്കിളിലാണ് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരും ഈ റെജിമെൻറ്റുകളൊക്കെ വരുന്നത്. ആ ഒച്ച കേട്ടാൽ വീട്ടിലെ സ്ത്രീകൾ മുഴുവൻ എവിടെയെങ്കിലും ഓടി ഒളിക്കുകയോ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറുകയോ കിണറ്റിലിറങ്ങി ഒളിച്ചിരിക്കുകയോ ഒക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത്തരത്തിൽ ഭീതി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ മണ്ണിൽ 100 കൊല്ലം മുമ്പ് നമ്മുടെ പൂർവികർ ബ്രിട്ടനെതിരായുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് സഹിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്നത്തെ ഈ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നാളുകളിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കുമുള്ള റഫറൻസുകൾ ഇത്തരത്തിലുള്ള നമ്മുടെ പൂർവ്വ ചരിത്രത്തിൽ നിന്നുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ്. അന്ന് ഈ MP നാരായണ മേനോൻ എന്ന ഒരു മഹാനെന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കത് പോരായികയായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെയുള്ളൊരു അസാധാരണ മനുഷ്യനെ ഇവിടെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ഈ ഖിലാഫത്ത് സമരം ഈ 1921 കലാപമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്തതിൻ്റെ ഭാഗഭാക്കായതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു. അന്ന് കേളപ്പനും KP കേശവ മേനോനൊക്കെ പലതും പറയുകയോ തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പിന്നെ സത്യവാങ്മൂലം കൊടുത്തൊക്കെ രക്ഷപ്പെട്ടപ്പോൾ MP നാരായണ മേനോൻ എന്ന ധീരദേശാഭിമാനി സത്യം പറഞ്ഞ് നെഞ്ചു പിരിച്ചുകൊണ്ട് അദ്ദേഹം തടവ് ശിക്ഷ സ്വീകരിച്ചു. അദ്ദേഹം 17 കൊല്ലമാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി MP നാരായണ മേനോൻ എന്ന പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള ആ വലിയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും ജയിലറകൾക്കുള്ളിൽ ഹോമിച്ചത് 17 കൊല്ലം. ആ മനുഷ്യൻ ജയിലിൽ കിടന്നിട്ട് മഹാത്മാഗാന്ധിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് യാക്കൂബ് ഹസൻ എന്ന അന്നത്തെ മദ്രാസിയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കൈവശമാണ് MP നാരായണ മേനോൻ കൊടുത്തുവിടുന്നത്. ആ കത്തിൽ MP നാരായണൻ പറയുന്നുണ്ട്, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ മദിരാശി തെരുവോരങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഭിക്ഷയാചിക്കുന്ന വൃദ്ധകളിൽ, അബലകളായ കുട്ടികളിൽ, വൃദ്ധന്മാരിലുള്ള 50% പേരും ഈ നീലക്കാച്ചിയോ കറുത്ത കാച്ചിയോ ഒക്കെ ഉടുത്ത അല്പവസ്ത്രധാരിണികളും അല്പവസ്ത്രധാരികളുമായ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാരാണ്. അവരുടെ കാര്യത്തിൽ താങ്കൾക്കും കോൺഗ്രസിനും ശ്രദ്ധ വേണമെന്ന് MP നാരായണ മേനോൻ ജയിലിൽ കിടന്ന് കത്തെഴുതുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മദിരാശി എന്ന ആ മഹാനഗരത്തിൽ ഭിക്ഷയാചിക്കുന്നവരിൽ 50% ഈ ഏറനാട് വള്ളുവനാട് താലൂക്കിലെ നമ്മുടെ പൂർവികരായിരുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിൻ്റെ ഒരു ദുരവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ബ്രിട്ടൻ എങ്ങനെയാണ് നമ്മളെ കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോയി അതിജീവിച്ച് ഇന്ന് ഈ മലബാറും കേരളവും ഒക്കെ ഈ രാജ്യത്തിൻ്റെ തന്നെ മുസ്ലിം പരിസരങ്ങളിൽ വെച്ച് രാഷ്ട്രീയമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരിടമായി മാറി. ഇതിനെയാണ് അതിജീവനം എന്ന് പറയുന്നത്. ഇതിനെയാണ് അതിജയിക്കൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതിജയിച്ച ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ആ ഒരു അഭിമാനബോധം നിങ്ങളിൽ വേണം. മുൻകാലങ്ങളിൽ സംഭവിച്ച പല കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് വീണ്ടും വിചാരത്തോടെയും കൃത്യമായ യുക്തി ചിന്തയോടെയും ബുദ്ധിപരമായും നമുക്ക് ചുവടുകൾ വെക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ എല്ലാ കാലത്തും ആടി ഒലഞ്ഞ ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആടി ഒലയുന്ന കാലഘട്ടത്തിലൊക്കെ ഇവിടെ കരുത്തുറ്റ കരങ്ങൾ, ചില സംഘടിത രൂപങ്ങൾ, ചില മുന്നേറ്റങ്ങൾ ഒക്കെ നമ്മെ സഹായിക്കാൻ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ BC 500 തൊട്ട് ഈ 2024 ഓഗസ്റ്റ് 15 വരെയുള്ള സുദീർഘമായ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം വളരെ മനോഹരമായിട്ട് മുന്നോട്ടൊഴുകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചില ഭംഗങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ മറികടന്നിട്ടുണ്ട്. ഇതും പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, 5000 കൊല്ലത്തെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ
ഈ രാജ്യമെന്ന നദി അപങ്കുരം മുന്നോട്ട് തന്നെയാണ് പ്രവഹിച്ചിട്ടുള്ളത്. ഇടക്കാല അളവിലൊക്കെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില ദുർനിമിത്തങ്ങൾ അല്പകാലത്തേക്ക് നിലനിന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് അതിൻ്റെ പൂർവസ്ഥിതി കൈവരിച്ച് പ്രവാഹം തുടരുക തന്നെയാണ് ഈ നദി ചെയ്തത് എന്ന് നെഹ്റു ചരിത്രത്തെ നോക്കി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള പുഴുക്കുത്തുകളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇതൊക്കെ ഇടക്കാലത്ത് വന്നു ചേരുന്ന ചില കരിനിഴലുകൾ മാത്രമാണ്. അതിനെ എങ്ങനെ അതിജയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിന് ചരിത്രത്തിൽ പാഠങ്ങളുണ്ട്. നിങ്ങൾ ചരിത്രബോധമുള്ളവരാകണം, നിങ്ങൾ പഴയ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിവുകളുള്ളവരാകണം. ആ റഫറൻസുകൾ മുൻനിർത്തി തന്നെ നമുക്കിതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഇന്ത്യ എന്ന ഈ മഹത്തായ സംസ്കൃതിയിൽ, ഈ മഹത്തായ പൈതൃകത്തിൽ, ഈ പാരമ്പര്യത്തിൽ നമുക്ക് അഭിമാനിക്കേണ്ടതുണ്ട്, നമുക്ക് അഭിരമിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ ശ്രേയസ് മുൻനിർത്തിയാവണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ എന്നൊരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, സഹിഷ്ണുത നിലനിൽക്കണം, സാഹോദര്യം നിലനിൽക്കണം, സമഭാവന നിലനിൽക്കണം, മാനവികത നിലനിൽക്കണം, പാരസ്പര്യം നിലനിൽക്കണം. അത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളെ ബോധപൂർവം വളർത്തുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടണം. അതിനെതിരെയുള്ള നീക്കങ്ങളെയൊക്കെ സ്നേഹം കൊണ്ട്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ച് നമുക്ക് മറികടക്കേണ്ടതുണ്ട്. ആത്യന്തികമായിട്ട് നന്മ വിജയിച്ച ചരിത്രം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ അറബിക് കോളേജ് വിദ്യാർത്ഥികളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം. കാരണം ഈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇവിടെ എന്നെക്കാളും ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആളുകളാണ് ഇവിടെയുള്ള ബഹുഭൂരിഭാഗം പേരുമെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇസ്ലാമിൽ ഇത് നമ്മൾ സ്വാതന്ത്ര്യദിന ചിന്തകളുടെ കൂടെ ഒരു ഭാഗം തന്നെയാണ് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിൽ നബിയുടെ കാലം കഴിഞ്ഞ് ഖലീഫമാർ വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് ഒന്നാം ഖലീഫ കഴിഞ്ഞിട്ട് രണ്ടാം ഖലീഫ കൊല്ലപ്പെടുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ മോബ് ലിഞ്ചിങ്ങിന് സമാനമായാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആൾക്കൂട്ട കൊലപാതകം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ മുമ്പ് ഇടയ്ക്കൊക്കെ ഈ നാഷണൽ ഹോസ്പിറ്റലുണ്ട് കോഴിക്കോട്, അതിൻ്റെ അടുത്ത് മസ്ജിദ് ലുലു എന്നൊരു പള്ളിയുണ്ട്. ഈ ലുലു എന്താണെന്ന് ഞാൻ ആദ്യകാലത്തൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നീടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന കാലത്തുണ്ടായിരുന്ന ഭാര്യയായിരുന്നു. അവർ ഉസ്മാന് നേരെ വന്നൊരു വെട്ട് തടുത്തിട്ട് അവരുടെ കൈവിരലുകൾ അറ്റുപോയി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹവും കൊല്ലപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ പിറകിൽ നിന്ന് നമസ്കരിച്ച ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആയിരക്കണക്കിന് ഉത്തമ വിശ്വാസികൾ ഇവിടെ ജമൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്തും അലി റളിയല്ലാഹു അൻഹു മറുഭാഗത്തുമായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ മുആവിയ വരുന്നു, യസീദ് വരുന്നു, ഇവിടെ പ്രവാചകന്റെ പൗത്രന്മാരൊക്കെ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഉമവി അബ്ബാസിയ കാലഘട്ടമൊക്കെ വരുന്നു. ഇവിടെ കുരിശ് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ അതിനിടയിലൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഈ AD ഒരു 8-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു 12-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ ഒരു AD 7-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ ഈ ലോകത്തെ നയിച്ചത് ഇസ്ലാമായിരുന്നു. അന്ന് യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നു. ലോകത്തിൻ്റെ സാഹിത്യം, സംസ്കാരം, ശാസ്ത്രം, ഗണിതം, രാഷ്ട്രീയം, രാഷ്ട്രമീമാംസ, രചനകൾ, വൈദ്യശാസ്ത്രം, ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് കേന്ദ്രീകരിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലത്താണ് 1251 ഹുലഗു ഖാൻ എന്ന അക്രമി അന്നത്തെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തലസ്ഥാനമായ ബഗ്ദാദ് ആക്രമിച്ച് നിശേഷം നശിപ്പിക്കുന്നത്. അന്ന് ഹൗസ് ഓഫ് വിസ്ഡം എന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ വിജ്ഞാന പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ബാഗ്ദാദിനെ നിശേഷം ആക്രമിച്ച് നശിപ്പിച്ചു. തുടർന്ന് മാസങ്ങളോളം ടൈഗ്രീസ് നദി ഒഴുകിയത് ഈ ലക്ഷോപലക്ഷം പുസ്തകങ്ങൾ നശിപ്പിച്ചതിൻ്റെ അതിൻ്റെ അച്ചടി മഷി പുരണ്ട കറുത്ത നിറവും മനുഷ്യൻ്റെ രക്തം കലർന്ന ചുവപ്പ് നിറവും ചേർന്നായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത്തരത്തിലുള്ള വലിയ
സ്വത്വ പ്രതിസന്ധികളെയൊക്കെ മാസങ്ങൾ കൊണ്ട് ഈ മതം അന്നതിൻ്റെ ഉലമാക്കളൊക്കെ അതിജീവിച്ചത് ഞാൻ ഓർക്കുന്നു. ഈ പറഞ്ഞ ഹൗസ് ഓഫ് വിസ്ഡം തകർന്നിട്ട് 6 മാസത്തിനുള്ളിൽ കൊയ്റോ ആസ്ഥാനമായിട്ട് അബ്ബാസിയ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നുണ്ട്. അന്നത്തെ സുന്നി, ഷിയ, സയ്യിദി, ഇസ്മായിലി പണ്ഡിതന്മാരാണ് അതൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ കുരിശുയുദ്ധങ്ങളുടെ നീണ്ട കഥകളുണ്ട്. പിന്നീടാണ് ഇവിടുത്തെ പാശ്ചാത്യ ശക്തികൾ വ്യാവസായിക വിപ്ലവത്തിലേക്കും അവരെ ആയുധങ്ങളൊക്കെ നവീകരിക്കുന്നതിലൊക്കെ വലിയ വിജയം നേടിയത്. അപ്പോഴാണ് ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ തകർന്ന് നമ്മൾ ഇന്നത്തെ ഒരു വർത്തമാനകാല പരിസ്ഥിതിയിലേക്കൊക്കെ വരുന്നത്. അപ്പം ലോകത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ ഉയർച്ച താഴ്ചകളാണ്. അവിടെയൊക്കെ മാനവികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പുണർന്നുകൊണ്ട് യഥാർത്ഥ സച്ചരിതരുടെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് മതവിശ്വാസത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ ഇടപെടലുകളിലായാലും അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറക്കെങ്കിലും വിജയമുണ്ടാവും എന്നുള്ളതാണ് എല്ലാ ചരിത്രങ്ങളും. അത് സ്വാതന്ത്ര്യസമര മുന്നേറ്റമാണെങ്കിലും മതത്തിൻ്റെ ചരിത്രമാണെങ്കിലും ഒക്കെ നമ്മോട് ചൊല്ലിത്തരുന്നത്. അതുകൊണ്ട് നമ്മൾ മുഖ്യധാരയോട് ചേർന്ന് നിന്നുകൊണ്ട് ജനാധിപത്യത്തിൽ അടിയുറച്ചു നിന്ന് രാഷ്ട്രീയമായിട്ട് മതേതര ധാരയോട് അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തി മാനവികതയിലും കാരുണ്യത്തിലും സാഹോദര്യത്തിലൊക്കെ വിശ്വസിക്കുന്ന സഹിഷ്ണുതയുള്ള മാതൃകാ പൗരന്മാരായിട്ട് മാറാനുള്ള ഒരു ചിന്തക്ക് തുടക്കമിടാൻ പ്രേരകമാകാൻ ഈ സ്വാതന്ത്ര്യദിന ചടങ്ങും നമ്മുടെയൊക്കെ സംസാരങ്ങളൊക്കെ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ വിശിഷ്ട അതിഥി, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മഹാരാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം വളരെ ഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജാമിയ നദവിയ സംഘടിപ്പിച്ച പ്രൗഢമായ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള പ്രൗഢമായ പ്രസംഗം നടത്തിയ നമ്മുടെ മുഖ്യ അതിഥി KPCC സെക്രട്ടറി വക്താവുമായ ബഹുമാനായ KP നൗഷാദ് അലി സാഹിബിന് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സദസ്സിനെ നിയന്ത്രിച്ച ഡോക്ടർ മുഹമ്മദ് അലി അൻസാരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജാമിയ നദവിയ ഡയറക്ടർ ആദിൽ ലത്തീഫ് സലാഹിക്കും ആ സ്വാഗത പ്രസംഗം നടത്തിയ പ്രൊഫസർ ആരിഫ് സൈനും അതുപോലെ തന്നെ വനിതാ കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുറഹ്മാൻ ഫാറൂഖി, ബഹുമാനായ VP അഹമ്മദ് കുട്ടി മദനി, ഉമർ സലഫി തുടങ്ങിയ ഗുരുനാഥന്മാർക്കും നാട്ടുകാർക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്ത്യയുടെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ പൈതൃകവും ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുവാൻ ഒരു മുസൽമാൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും അറിഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.